മഹാഭാരതം ഇതിഹാസ കഥാകഥനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് നാം കണ്ടത് വിചിത്രവീര്യൻ ക്ഷയരോഗബാധയാൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ സന്താന പരമ്പര അറ്റുപോകും എന്നുള്ള ഒരു വ്യാധി സത്യവതിയെ പിടികൂടി. അപ്പോൾ വിചിത്രവീര്യൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഭീഷ്മരോട് സത്യവതി ആവശ്യപ്പെട്ടു, നീ വിചിത്രവീര്യൻ്റെ ഭാര്യമാരിൽ പുത്രോത്പാദനം നടത്തണമെന്ന്. എന്നാൽ ഭീഷ്മ ശപഥം ചെയ്ത ഭീഷ്മർക്ക് അത് സാധ്യമല്ലായിരുന്നു. മറ്റു മാർഗങ്ങളെക്കുറിച്ച് ഭീഷ്മർ സത്യവതിയോട് പറഞ്ഞു. ദീർഘതമസ് അവൻ്റെ ക്ഷാത്രബലം കൊണ്ട് ബലിരാജാവിൻ്റെ ഭാര്യയിൽ പുത്രോത്പാദനം നടത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ഇപ്രകാരം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരിൽ നിന്ന് സന്താന പരമ്പരയെ ഉൽപ്പാദിപ്പിക്കാം എന്ന് ഭീഷ്മർ സത്യവതിയോട് പറഞ്ഞപ്പോൾ സത്യവതി അത് കേട്ട് കുറച്ചു നേരം ആലോചനയിൽ നിന്നു. പിന്നെ ഒരു പുഞ്ചിരിയോടെ സത്യവതി ഭീഷ്മരോട് പറഞ്ഞു, മഹാബാഹുവായ ഭാരത, നീ പറഞ്ഞത് സത്യമാണ്. കുലത്തിന് സന്താനലബ്ധിക്കുള്ള കൗശലം ഞാൻ കാണുന്നുണ്ട്. നിന്നിൽ എനിക്കുള്ള വിശ്വാസം മൂലം ഞാനത് പറയാം, അല്ലാതെ വേറെ വഴിയില്ല. അപ്രകാരമുള്ള ആപത്തിൽ നിന്നും രക്ഷ നേടേണ്ടത് നമ്മുടെ ധർമ്മമാണല്ലോ. ഈ കുലത്തിന് നീ സത്യമാണ്, നീ ധർമ്മമാണ്, കുലത്തിന് നീ ആശ്രയമാണ്. അതുകൊണ്ട് സത്യമായ കാര്യങ്ങൾ ആണ് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത്. എൻ്റെ അച്ഛന് കുലധർമ്മമായി കുലത്തൊഴിലായി ഒരു കടത്തുവഞ്ചി ഉണ്ടായിരുന്നു. എൻ്റെ യൗവനത്തിൽ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം ആ കടത്തുവഞ്ചി തുഴയുവാൻ ഞാനായിരുന്നു പലപ്പോഴും പോയിരുന്നത്. ഒരു ദിവസം ധർമ്മജ്ഞന്മാരിൽ ശ്രേഷ്ഠനായ പരാശരമുനി കാളന്തി നദി കടക്കുവാൻ വന്നപ്പോൾ അദ്ദേഹം വഞ്ചിയിൽ കയറി ഞാൻ പങ്കായമെടുത്ത് തുഴഞ്ഞ് പുഴയുടെ നടുവിലെത്തിയപ്പോൾ അദ്ദേഹം എൻ്റെ അരികിൽ വന്ന് എന്നോട് സാന്ത്വനപൂർവ്വം മധുരമായ വാക്കുകൾ പറയാൻ തുടങ്ങി. കാമാർത്തനായ അദ്ദേഹത്തിൽ ആഗ്രഹം ഞാൻ ആ വഞ്ചിയിൽ വെച്ച് നിവർത്തിച്ചു കൊടുക്കണം എന്നായിരുന്നു. എൻ്റെ വംശം ഏതാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊന്നും അദ്ദേഹത്തിന് ബോധ്യമായില്ല. ബോധ്യമായെങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൽ നിന്നും പിന്മാറിയില്ല. ഞാൻ പറഞ്ഞു, അങ്ങ് ബ്രാഹ്മണനാണ്, നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള മഹർഷിയാണ്. ഞാനോ ഒരു മുക്കുവൻ്റെ മകളും മത്സ്യം പിടിച്ച് ജീവിക്കുന്ന നികൃഷ്ടജാതിയിൽപ്പെട്ടവളാണ്, മത്സ്യഗന്ധമുള്ളവളാണ്. അങ്ങ് എൻ്റെ സമീപത്ത് വരുന്നത് പാപമാണ്. പക്ഷേ അദ്ദേഹം പിന്മാറുവാൻ ഭാവമുണ്ടായിരുന്നില്ല. ഒരു വശത്ത് അച്ഛൻ്റെ കോപത്തെപ്പറ്റിയുള്ള ഭയവും മറുവശത്ത് മുനിയുടെ ശാപത്തെപ്പറ്റിയുള്ള ഭയവും ഉണ്ടായിരുന്നു. എൻ്റെ ഹൃദയം ഒരു അനിശ്ചിതാവസ്ഥയിലായി. അച്ഛൻ്റെ കോപമോ മുനിയുടെ ശാപമോ ഏതാണ് കനപ്പെട്ടത്? ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. വരപ്രലോഭിയായ മുനിസത്തമനെ എതിർക്കുവാൻ ഞാൻ ശക്തയായില്ല. ആ ദിവ്യജ്ഞാനി സ്വപ്രഭാവം കൊണ്ട് ബാലയായ എന്നെ ഏതാനും നിമിഷം കൊണ്ട് പാട്ടിലാക്കി. യാതൊരു കുഴപ്പവും നേരിടാതിരിക്കത്തക്കവണ്ണം മഹത്തായ വരങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ നിന്നും പ്രാർത്ഥിച്ചു വാങ്ങേണ്ടി വന്നു. ആ മുനി തൻ്റെ തപശക്തി കൊണ്ട് മൂടൽമഞ്ഞും ഇരുട്ടുമുണ്ടാക്കി. മുമ്പേ എന്നിൽ ഉണ്ടായിരുന്ന ആ നികൃഷ്ട മത്സ്യഗന്ധം കളഞ്ഞ് ഇപ്പോൾ ഈ കാണുന്ന ഈ സുഗന്ധമാണ് അദ്ദേഹം നൽകിയതാണ്. കന്യകയായ എന്നെ അദ്ദേഹം ബലമായി പാട്ടിലാക്കി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നീ ഗർഭിണിയായിരിക്കുന്നു,
ഗർഭത്തെ ഈ ദ്വീപിൽ ഒഴിവാക്കി നീ കന്യകയായി തന്നെ ജീവിച്ചു കൊള്ളാൻ. അങ്ങനെ എനിക്ക് പരാശരിൽ നിന്നും വീരനും യോഗിയുമായ ഒരു സന്താനം പിറന്നിട്ടുണ്ട്. പരാശര മഹർഷി തന്നെ ആ പുത്രനെ വ്യാസൻ എന്ന് പേരിട്ടു. അവൻ എൻ്റെ കാനീനനാണ്, കന്യകാപുത്രനാണ്. കൃഷ്ണദ്വൈപായനൻ എന്നുകൂടി പേരുള്ള അവൻ വേദങ്ങളെ നാലായി തിരിച്ചവനും തപസ്വിയും ഭഗവാനുമായ ഋഷിയാണ്. ലോകത്തിൽ വേദവ്യാസൻ എന്നും കൃഷ്ണദ്വൈപായനൻ എന്നും അറിയപ്പെടുന്നു. വേദങ്ങളെ പകർത്തതുകൊണ്ട് വേദവ്യാസനായി, കൃഷ്ണവർണ്ണനായതുകൊണ്ട് കൃഷ്ണനായി, ദ്വീപിൽ പിറന്നതുമൂലം ദ്വൈപായനായി. സത്യവാദിയും തപോവീര്യവാനും ശമവാനും പാപരഹിതനുമായ അവൻ ജനിച്ചതിന് ശേഷം അച്ഛൻ്റെ കൂടെ തന്നെ പോവുകയും ചെയ്തു. ഞാനും നീയും കൂടി പറയുകയാണെങ്കിൽ ആ ജ്ഞാനിയായ മുനീശ്വരൻ മാതൃക്ഷാത്രങ്ങളിൽ സന്താനങ്ങളെ ഉണ്ടാക്കും, തീർച്ചയാണ്. അവൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ആപത്കാലങ്ങളിൽ എന്നെ ചിന്തിക്കുക എന്ന്. ഞാൻ അവനെ നിനക്കു സമ്മതമാണെങ്കിൽ സ്മരിക്കാം. നിന്റെ സമ്മതമുണ്ടെങ്കിൽ ആ മഹായോഗി വിചിത്രവീര്യ ക്ഷേത്രങ്ങളിൽ പുത്രോത്പാദനം ചെയ്യും. ആ മഹർഷിയുടെ പേര് കേട്ടപ്പോൾ ഭീഷ്മൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ധർമ്മം, അർത്ഥം, കാമം എന്നീ മൂന്നും കണ്ടറിഞ്ഞവൻ ആരോ അവൻ അർത്ഥം അർത്ഥാനുബന്ധമാണെന്നും ധർമ്മം ധർമാനുബന്ധമാണെന്നും കാമം കാമാനുബന്ധമാണെന്നും ഇങ്ങനെയെല്ലാം നേരെ മറിച്ചും വെവ്വേറെയും ചിന്തിച്ചറിഞ്ഞും വേണ്ടത് എപ്രകാരമാണെന്ന് ഉറയ്ക്കും. ഈ ഉദ്ദേശം ഈ കുലത്തിനും ഹിതത്തിനും നല്ലത് തന്നെ. ദേവി ഭവതി അങ്ങ് പറഞ്ഞത് എനിക്ക് ബോധ്യമായി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭീഷ്മന്റെ ഈ വാക്ക് കേട്ടപ്പോൾ സത്യവതിക്ക് സന്തോഷമായി. അവർ വ്യാസനെ മനസ്സിൽ ധ്യാനിച്ചു. വ്യാസൻ അപ്പോൾ തന്നെ അമ്മയുടെ ഹിതം അറിഞ്ഞ് അവിടെ പ്രത്യക്ഷനായി. വിധിപ്രകാരം പുത്രനെ അമ്മ സൽക്കരിച്ചു. ചിരകാലമായി വേർപെട്ടുപോയ പുത്രനെ അമ്മ വാത്സല്യത്തോടെ ആലിംഗനം ചെയ്തു. മകനെ കണ്ട നന്ദിയാൽ ആ മുക്വത്തിയുടെ കണ്ണുകളിൽ നിന്നും ബാഷ്പകണങ്ങൾ ഇറ്റിറ്റു വീണു. ആർത്തയായ അമ്മയെ ആ സീമന്തപുത്രൻ വെള്ളം കൊണ്ട് കാൽ കഴിച്ച് തൊഴുതിട്ടു പറഞ്ഞു, അമ്മേ, ഭവതി എന്തിനാണ് എന്നെ വിളിച്ചത്? എന്താണ് ഇച്ഛിക്കുന്നത്? അതു സാധിപ്പിച്ചു തരുവാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ധർമ്മതത്വജ്ഞയെ ആജ്ഞാപിച്ചാലും ഭവതിയുടെ പ്രിയം ഞാൻ നിറവേറ്റാം. പുരോഹിതന്മാർ വ്യാസനെ വേണ്ടവിധം പൂജിച്ച് ആസനസ്ഥനാക്കി സത്കാരങ്ങൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ ആരും ഇല്ലാത്ത അവസരത്തിൽ സത്യവതി മകനോട് ഇപ്രകാരം പറഞ്ഞു, പുത്ര, ഭൂതവും ഭാവിയും വർത്തമാനവും നല്ലതുപോലെ മനസ്സിലാക്കുന്ന കണ്ണുകൊണ്ട് കണ്ടറിയുവാനുള്ള കഴിവ് ഉള്ളവനാണല്ലോ നീ. അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞറിയിക്കേണ്ടതില്ലെന്നും എനിക്കറിയാം. മാതാവിനും പിതാവിനും കൂടി ജനിക്കുന്നവരാണല്ലോ പുത്രന്മാർ. പുത്രന്മാരോട് പിതാവിനെ എന്ന പോലെ മാതാവിനും രക്ഷാകർതൃത്വമുണ്ടെന്ന് നിനക്കറിയാമല്ലോ. പിതാവ് വഴിക്ക് ഭീഷ്മൻ എന്ന വിധം മാതാവ് വഴിക്ക് നിനക്ക് വിചിത്രവീര്യൻ അനുജനാണ്. നീ വിചിത്രവീര്യൻ്റെ ജ്യേഷ്ഠനാണ്. മകനെ, അങ്ങനെയല്ലേ? എന്താണ് നിന്റെ അഭിപ്രായം? ഈ ശാന്തനുപുത്രനായ ഭീഷ്മൻ സത്യം പാലിക്കുവാൻ വ്രതമെടുത്തിരിക്കുന്ന സത്യവിക്രമനാണ്. അവൻ സന്താനലബ്ധിയും രാജ്യഭരണത്തിലും ആശയില്ലാത്തവനാണ്. അതുകൊണ്ട് നീ അനുജനെപ്പറ്റി ചിന്തിച്ചും ഭീഷ്മൻ്റെ വാക്ക് കേട്ടും എൻ്റെ കൽപ്പനയനുസരിച്ചും കുലസന്താനം ലഭിക്കുവാനായി ഞാൻ പറയുന്ന വിധം ചെയ്യണം. ഭൂതാനുകമ്പ, വിശ്വരക്ഷ, ദയാലു, നീ ഞാൻ പറയുന്ന വിധം കേട്ട് വേണ്ടതുപോലെ ചെയ്യണം. ദേവസ്ത്രീകളെപ്പോലെ സുന്ദരിയായിരിക്കുന്ന നിന്റെ അനുജത്തിമാർ, നിന്റെ ഭാര്യമാർ 2 പേരാണ് ഉള്ളത്. രൂപം, യൗവനം അവ ചേർന്ന അവർ ധർമ്മത്താൽ പുത്രലബ്ധിക്കും കാമിക്കുന്നവരാണ്. ഇവരിൽ നീ പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കണം. ഹേ ധീമാൻ, ഈ കുലത്തിന് സന്താനപുഷ്ടി ഉണ്ടാകുന്ന വിധം നീ എൻ്റെ കൽപ്പന അനുസരിക്കുക. നീ അതിന് സമർത്ഥനുമാണ്. ഇത് കേട്ട് വ്യാസൻ പറഞ്ഞു, ദേവി ഭവതി
ധർമാധർമ്മ തത്വമറിഞ്ഞവളാണല്ലോ ഭവതി മഹാപ്രാജ്ഞേ. ഭവതിയുടെ മനസ്സും ധർമ്മത്തിൽ നിന്നും മാറുകയില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഭവതിയുടെ നിയോഗത്താൽ ധർമ്മത്തെക്കുറിച്ചും ചിന്തിച്ച് അമ്മയുടെ അഭീഷ്ടം ഞാൻ സാധിപ്പിക്കാം. ഇത് മുമ്പേ തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ തമ്പിക്ക് സൂര്യവരുണന്മാരെക്കാൾ ശക്തന്മാരായ കുമാരന്മാരെ നൽകാം. അതിന് ഒരു കാര്യം ആ ദേവിമാർ ആചരിക്കേണ്ടതുണ്ട്. അവർ ഒരാണ്ട് മുഴുവൻ വ്രതമെടുക്കണം. എന്നാലേ അവർ ആത്മശുദ്ധിയുള്ളവരാകൂ. വ്രതശുദ്ധികളാകാതെ ഒരു നാരിയും എന്നെ സമീപിച്ചുകൂടാ. അത് കേട്ട് സത്യവതി പറഞ്ഞു, കാലതാമസം പാടില്ല മകനെ. വേഗത്തിൽ ആ ദേവിമാർ ഗർഭിണികളാകണം. രാജാവില്ലാത്ത രാജ്യത്ത് നാട്ടുകാർ അനാഥരായി കെട്ടുപോകും. ക്രിയാനാശവും മഴയുമില്ലാതാകും. ദേവകാര്യം മുടങ്ങും. ഇങ്ങനെ രാജ്യം അരാജകമായാൽ എങ്ങനെ ശ്രേയസ്സുണ്ടാകും? അതുകൊണ്ട് താമസിക്കാതെ അവർക്ക് ഗർഭം ഉണ്ടാകണം. അതിന് നീ ഒന്ന് ശ്രമിക്കുക തന്നെ വേണം. അവരെ ഭീഷ്മൻ വളർത്തിക്കൊള്ളും. അപ്പോൾ വ്യാസൻ പറഞ്ഞു, അനുജന് വേണ്ടി കാലം കാക്കാതെ ഞാൻ പുത്രോൽപത്തി ചെയ്യണമെങ്കിൽ എൻ്റെ വൈരൂപ്യം അവർ പൊറുക്കേണ്ടി വരും. അതും മതിയായ ഒരു വ്രതമാണ്. എൻ്റെ ഗന്ധം, രൂപം, വേഷം, ദേഹം ഇവയൊക്കെ സഹിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അമ്മേ, ഞാൻ നൽകുന്ന ഗർഭം അവർ കൈക്കൊള്ളട്ടെ. അതിൽ തെറ്റില്ല. വ്യാസൻ പറഞ്ഞതനുസരിച്ച് സത്യവതി തൻ്റെ മരുമക്കളുടെ അടുത്തു ചെന്ന് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കേൾപ്പിച്ചു. ഭീഷ്മൻ്റെ അഭിപ്രായവും അതാണെന്ന് തന്നെ അവരെ ബോധ്യപ്പെടുത്തി. ഈ കുലം അറ്റുപോകാതെ കൊള്ളേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് സത്യവതി മരുമക്കളോട് പറഞ്ഞു. അതിനാൽ ഇന്ദ്രതുല്യന്മാരായ പുത്രന്മാരെ വേണം നിങ്ങൾ പ്രസവിക്കേണ്ടത്. ഈ കുലത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്കും അത് നല്ലതാണ്. ഇങ്ങനെ മഹത്തായ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ധർമാധർമ്മങ്ങൾ എന്താണെന്ന് സത്യവതി മരുമക്കളെ പറഞ്ഞു കേൾപ്പിച്ചു. അതിനുശേഷം ആഘോഷങ്ങളാണ് അവിടെ നടന്നത്. നാട്ടുകാർക്കും വിപ്രന്മാർക്കും മറ്റ് അതിഥികൾക്കും അന്നദാനം വരെ അവിടെ നടന്നു. പിന്നീട് ഋതുസ്നാനം കഴിഞ്ഞ് ശുദ്ധയായ വധുവിനോട് സത്യവതി ഇപ്രകാരം പറഞ്ഞു, ഹേ അമ്പേ, ഇന്നു നിന്റെ ഭർത്തൃ സഹോദരൻ നിന്നോട് ചേരുവാൻ ഇവിടെ എത്തും. നീ മെത്ത വിരിച്ച് അദ്ദേഹത്തെ കരുതി കാത്തിരിക്കണം. അദ്ദേഹം പാതിരാത്രിയാകുമ്പോഴാണ് വരിക. ഇപ്രകാരം സത്യവതി പറഞ്ഞത് കേട്ട് സർവാഭരണ അലങ്കാരങ്ങളോടുകൂടി അവൾ മെത്തയിൽ കയറി കിടപ്പായി. ആരായിരിക്കും തൻ്റെ കൂടെ ശയനത്തിന് വരിക? ഭീഷ്മനായിരിക്കുമോ? അതോ മറ്റു വല്ല പുങ്കവന്മാരായിരിക്കുമോ? ഇപ്രകാരം ചിന്തിച്ച് ഹൃദയത്തുടുപ്പോടെ അംബിക ആ പുരുഷൻ്റെ വരവും കാത്ത് നിദ്രയിൽ കിടന്നു. സത്യവതി കൽപ്പിച്ച പ്രകാരം അംബികയുടെ മുറിയിൽ മുനി ആദ്യം കടന്നു ചെന്നു. വിളക്കുകൾ തെളിഞ്ഞു കത്തുന്നു. അംബിക എന്താണ് കാണുന്നത്? അംബികയുടെ സങ്കല്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന സുന്ദരന് പകരം ജടാധാരിയായ ഒരു വികൃത രൂപൻ. കൃഷ്ണദ്വൈപായന മഹർഷിയുടെ മഞ്ഞച്ച ചടയും ദീപ്തമായ ദൃഷ്ടിയും ചെമ്പിച്ച മീശയും കണ്ട് അവൾ കണ്ണടച്ചു. ആ വൈരൂപ്യം കണ്ട് അവൾക്ക് പൊറുക്കുവാൻ കഴിഞ്ഞില്ല. അമ്മയുടെ കൽപ്പന അനുസരിച്ച് അദ്ദേഹം അവളുടെ കൂടെ കിടന്നു. അദ്ദേഹം അംബികയുമായി സംഗം ചെയ്തു. കാശിരാജപുത്രിയായ അംബിക പേടിച്ച് കണ്ണടച്ചു തന്നെ കിടന്നു. ആ മഹർഷിയുടെ മുഖത്ത് അദ്ദേഹത്തിൻ്റെ രതിക്രീഡാ സമയത്തുകൂടി നോക്കുക പോലും ഉണ്ടായില്ല. മഹത്തായ കാര്യം സാധിച്ചു പുറത്തു വന്ന മകനോട് സത്യവതി ചോദിച്ചു, ഇവളിൽ ഗുണവാനായ രാജപുത്രൻ പിറക്കുമോ മകനെ? അമ്മയുടെ ചോദ്യം കേട്ട് വ്യാസൻ പറഞ്ഞു, 10,000 ആനകളുടെ ശക്തിയുള്ളവനും വിദ്വാനുമായ രാജർഷി സത്തമൻ ഇവൾക്കു ജനിക്കും. അവൻ മഹാഭാഗനും മഹാവീര്യനും മഹാധീമാനുമായിരിക്കും. ആ മഹാത്മാവിന് 100 പുത്രന്മാരുണ്ടാകും. എന്നാൽ
അവൻ്റെ അമ്മ ചെയ്ത തെറ്റുകൊണ്ട് അവൻ അന്ധനായിത്തീരും. ഈ വാക്ക് കേട്ട് അമ്മ പുത്രനോട് പറഞ്ഞു, കഷ്ടം! അന്ധനായ ഒരു രാജാവ് കുരുക്കൾക്ക് ചേർന്നതല്ല മകനെ. വംശജനായി നീ രണ്ടാമത് ഒരു പുത്രനെ, ഇന്ദ്രതുല്യ പരാക്രമിയായ ഒരു പുത്രനെ കൂടി തരണം. അങ്ങനെയാകാമെന്ന് സമ്മതിച്ച് വ്യാസൻ പോയി. കാലമായപ്പോൾ കൗസല്യ അംബിക അന്ധനായ ഒരു രാജകുമാരനെ പ്രസവിച്ചു. പിന്നെയും മുനിയെ വരുത്തി ആ പ്രാവശ്യം ദേവി അംബാലികയെ ശട്ടം കിട്ടി. അവൾ ശയനഗ്രഹം അലങ്കരിച്ച് മൃദുവായ പട്ടുകിടക്കയിൽ വ്യാസമുനിയെ നമസ്കരിച്ചു കിടന്നു. മുൻമട്ടിൽ മുനി അവളുടെ മുറിയിൽ കിടന്നു ചെന്നു. അംബാലിക അണിഞ്ഞൊരുങ്ങി മെത്തയിൽ വരനെ പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. അവൾ ഋഷിയെ കണ്ട മാത്രയിൽ വിവർണയായിപ്പോയി, പാണ്ഡൂരയായിപ്പോയി. വിഷണ്ണയും പാണ്ഡൂരയുമായ അവളെ വ്യാസൻ പുൽകി. പാണ്ഡൂരയായ അവളെ കണ്ട് സത്യവതീപുത്രനായ വ്യാസൻ പറഞ്ഞു, അല്ലയോ ശുഭാനനെ, വിരൂപനായ എന്നെ കണ്ട് നീ പാണ്ഡുവർണ്ണയായത് കാരണം തീർച്ചയായും നിന്റെ പുത്രൻ പാണ്ഡുവായിത്തീരും. അവൻ്റെ പേര് പാണ്ഡു എന്ന് തന്നെയാകും എന്ന് പറഞ്ഞ് മുനി മുറി വിട്ട് പുറത്തിറങ്ങി. അമ്മ മുറിയിൽ നിന്നും മകൻ്റെ വരവും കാത്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. മകൻ വരുന്നത് കണ്ട് അമ്മ ചോദിച്ചു, എങ്ങനെയിരിക്കുന്നു മകനെ, കാര്യങ്ങൾ ശുഭമായില്ലേ? വ്യാസൻ അമ്മയോട് പറഞ്ഞു, കുട്ടി പാണ്ഡുവർണ്ണമുള്ളവനാകും. അമ്മ പേടിച്ചു വിളർത്തു പാണ്ഡൂരയായി. അവൾ എൻ്റെ വൈരൂപ്യം സഹിക്കുവാൻ ആളായില്ല. അമ്മയ്ക്ക് പിന്നെയും വിഷാദമായി. മകനെ, നീ നന്മയേറിയ ഒരു പുത്രനെ കൂടി ജനിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അപ്രകാരമാകാമെന്ന് വ്യാസൻ സമ്മതിച്ചു. യഥാകാലം അംബാലിക ഒരു കുമാരനെ പ്രസവിച്ചു. അവൻ ലക്ഷണം ചേർന്ന് ശോഭിക്കുന്നവനായിരുന്നുവെങ്കിലും ശരീരം മുഴുവൻ പാണ്ഡുവർണ്ണമായിരുന്നു. ഋതുകാലത്തിൽ മൂത്ത മരുമകളെ വീണ്ടും മുനിയുടെ അരികിലേക്ക് സത്യവതി പറഞ്ഞുവിട്ടു. അവൾ മുനിയുടെ ഗന്ധം, രൂപം എന്നിവയോർത്ത് ആ വാക്ക് അനുസരിച്ചില്ല. അവൾ അപ്സരതുല്യായ ദാസിയെ സ്വന്തം ആഭരണങ്ങൾ അണിയിച്ച് ആ ദ്വൈപായന മഹർഷിയുടെ അരികിലേക്ക് അയച്ചു. ആ ദാസി മുനിയെ കണ്ടപ്പോൾ എതിരേറ്റു വണങ്ങി. അനുവാദത്തോടെ കൂടെ കിടന്ന് നന്ദിയോടെ മഹർഷിയെ പുണർന്നു. കൂടമായ കാമഭോഗത്താൽ മഹർഷിയെ ഗാഢം സന്തുഷ്ടനാക്കി. കൂടെ കിടന്ന അവളിൽ ഹർഷത്തോടെ ആ മഹാവ്രതൻ പറഞ്ഞു, നീ ഇനി ദാസിയല്ല. ഇപ്പോൾ നിന്റെ കുക്ഷിയിൽപ്പെട്ടിരിക്കുന്ന ഗർഭം ശ്രേയസ്സിയായിത്തീരും. അവൻ ഏറ്റവും ധർമാത്മാവായിത്തീരും. എല്ലാവർക്കും സമ്മതനായ ബുദ്ധിമാനാകും. വ്യാസൻ സത്യവതിയോട് അംബിക തന്നെ ചതിച്ചതും ശൂദ്രയെ മാറ്റി കിടത്തിയതും ഒക്കെ അറിയിച്ചു. അങ്ങനെ ധർമ്മത്തിലെ കടം തീർത്ത് അമ്മയെ ചെന്ന് കണ്ട് എല്ലാം പറഞ്ഞതിനു ശേഷം അവളെ ഗർഭമേൽപ്പിച്ച് അവിടെ നിന്നും മഹർഷി മറഞ്ഞു. അംബികയ്ക്ക് ധൃതരാഷ്ട്രനും അംബാലികയ്ക്ക് പാണ്ഡുവും ദാസിക്ക് വിതുരനും പിറന്നു. വിചിത്രവീര്യക്ഷേത്രമായ അംബികയ്ക്കും അംബാലികയ്ക്കും കുരുവംശം വളർത്തുന്ന കുമാരന്മാരുണ്ടായി. ഈ കഥയെല്ലാം വൈശമ്പായനൻ ജനമേജയ മഹാരാജാവിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനമേജയന് സംശയമായി. അദ്ദേഹം ചോദിച്ചു, ധർമ്മദേവൻ ശാപം ലഭിക്കുവാൻ തക്ക പാപമെന്താണ് ചെയ്തത്? ഏതു മഹർഷിയുടെ ശാപം കൊണ്ടാണ് അദ്ദേഹം ശൂദ്രജോനിയിൽ വിതുരനായി പിറന്നത്? അപ്പോൾ വൈശമ്പായനൻ പറഞ്ഞു, പണ്ട് മാണ്ഡവ്യൻ എന്നു പേരായി ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ടായിരുന്നു. പ്രസിദ്ധനായ അദ്ദേഹം ധൃതിമാനായ ധർമ്മജ്ഞനും സത്യവാനായ താപസനുമായിരുന്നു. ആശ്രമത്തിൻ്റെ മുൻഭാഗത്ത് മരത്തിൽ ചുവട്ടിൽ കൈപൊക്കി മൗനവ്രതത്തോടെ ആ മുനി നിന്നു. ഇങ്ങനെ വളരെ നാൾ ആ ബ്രാഹ്മണൻ തപസ് ചെയ്തുകൊണ്ടിരിക്കെ കള്ളന്മാർ കട്ട മുതലുമായി ആശ്രമത്തിൽ കയറി. പല രക്ഷികളും
കാവൽക്കാരും പിന്നാലെ പാഞ്ഞ് അലഞ്ഞു തിരിയുമ്പോൾ ആ രാജഭടന്മാർ എത്തുന്നതിന് മുൻപായി കള്ളന്മാർ കട്ട മുതലെല്ലാം ആശ്രമത്തിൽ കൊണ്ടുവച്ച് ഓടിക്കളഞ്ഞു. കള്ളന്മാർ ഒളിച്ചപ്പോൾ ആ കാവൽക്കാർ മുനിയെ കണ്ടുമുട്ടി. കള്ളന്മാരെ തിരയുന്ന അവർ ഊർധ്വബാഹുവായി തപസ് ചെയ്യുന്ന മുനിയോട് ചോദിച്ചു, ഹേ മഹർഷേ, ആ കള്ളന്മാർ ഏതു വഴിക്കാണ് പോയത്? ആ വഴി അറിയാമെങ്കിൽ ഞങ്ങൾക്ക് തിരയുവാൻ എളുപ്പമുണ്ട്. ഇപ്രകാരം ആ രാജഭടന്മാർ എല്ലാവരും കൂടി ചോദ്യം ചെയ്തിട്ടും മുനി ഒരു വാക്കുപോലും മിണ്ടിയില്ല. അനുകൂലമോ പ്രതികൂലമോ ഒന്നും പറഞ്ഞില്ല. ആ രാജപുരുഷന്മാർ ആശ്രമത്തിൽ കടന്ന് തിരഞ്ഞപ്പോൾ കള്ളന്മാർ ആശ്രമത്തിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടു. ഉടനെ അവരെ പിടികൂടി കട്ട മുതലും ആശ്രമത്തിൽ നിന്ന് പിടിച്ചെടുത്തു. ആ കാവൽക്കാർ ആ മഹർഷിയെയും സംശയമുണ്ടായി. മുനി കള്ളന്മാരുടെ തലവനാണെന്ന് ശങ്കിച്ച് മുനിയെയും കള്ളന്മാരുടെ കൂടെ പിടിച്ചുകൊണ്ട് പോയി രാജസന്നിധിയിൽ എത്തിച്ചു. രാജാവ് ആ മുനിയെയും കള്ളന്മാരോടൊപ്പം കൊല്ലുവാൻ വിധിച്ചു. അറിയാതെ അവനെയും ഭടന്മാർ ശൂലത്തിൽ കയറ്റി. ആ മുനിയെ വേണ്ടവിധം ശൂലത്തിൽ കയറ്റിയതിനു ശേഷം മുതലും കൊണ്ട് രക്ഷികൾ രാജസന്നിധിയിൽ ചെന്നു. ശൂലത്തിൽ വളരെക്കാലം ജലപാനം പോലും ഇല്ലാതെ തറഞ്ഞു കിടന്നിട്ടും ആ മുനീശ്വരൻ മരിച്ചില്ല. മുനിയുടെ അന്തശക്തിയുടെ പ്രചോദനം കൊണ്ട് വേറെ മുനിമാർ അങ്ങോട്ടാകർഷിക്കപ്പെട്ടു. അല്ലയോ ജനമേജയ, ആ മഹാത്മാവിനെ കണ്ട് മുനിമാരും ദുഃഖിച്ചു. ശൂലത്തിൽ മരിക്കാതെ കിടക്കുന്ന മുനിയുടെ ദുഃഖാവസ്ഥ കണ്ട് രാത്രിപക്ഷികളുടെ രൂപമെടുത്ത് മഹർഷിമാർ നേരിട്ട് ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ഹേ ദ്വിജ, ഈ ശിക്ഷ അനുഭവിക്കുവാൻ തക്ക പാപം എന്താണ് ഭവാൻ ചെയ്തത്? ഈ ശൂലത്തിൽ കയറ്റിയ ദുഃഖം സഹിക്കുവാൻ തക്ക എന്തു പാപം അങ്ങ് ചെയ്തു? ആ മഹർഷിമാരുടെ ചോദ്യം കേട്ട് മഹർഷി ശ്രേഷ്ഠനായ അണിമാണ്ഡവ്യൻ മറുപടി പറഞ്ഞു, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, എന്നെ ആരും ദ്രോഹിച്ചിട്ടുമില്ല. ഈ നിലയിൽ അവൻ വളരെ നാൾ പിന്നെയും ശൂലത്തിൽ കിടന്നു. ആ വഴിക്ക് പോയിരുന്ന ഭടന്മാർ മഹർഷി മരിക്കാതെ ഇപ്പോഴും ശൂലത്തിൽ കിടക്കുന്നതായി കണ്ട് അത്ഭുതപ്പെട്ട് പെട്ടെന്ന് തന്നെ രാജധാനിയിൽ പോയി കണ്ട വിവരങ്ങളൊക്കെ രാജാവിനെ അറിയിച്ചു. രക്ഷികൾ പറഞ്ഞ വൃത്താന്തമറിഞ്ഞ് രാജാവ് മന്ത്രിമാരോടുകൂടി മഹർഷിയുടെ അരികിലെത്തി. മഹർഷിയുടെ ദീനമായ ആ രംഗം കണ്ട് രാജാവിൻ്റെ മനസ്സ് പൊടിഞ്ഞു. മുനീശ്വര, ഞാൻ അറിയാതെ ഭവാനെ ദ്രോഹിച്ചു, വേദനിപ്പിച്ചു. എൻ്റെ വിവരക്കേടുകൊണ്ടും തെറ്റു ചെയ്തു പോയി. ഞാൻ ഭവാനെ പ്രസാദിപ്പിക്കുന്നു. എൻ്റെ അപരാധം ക്ഷമിച്ചാലും എന്നിൽ കോപിക്കരുതേ. രാജാവ് ഇപ്രകാരം പറഞ്ഞപ്പോൾ ആ മഹർഷി പ്രസാദിച്ചു. പ്രസന്നനായ മുനിയെ ശൂലത്തിൽ നിന്നും ഇറക്കിയ ശേഷം ശൂലം ഊരുവാൻ വലിച്ചിട്ടും കിട്ടിയില്ല. പലരും കൂടി ശ്രമിച്ചിട്ടും കിട്ടാതായപ്പോൾ ശൂലത്തിൻ്റെ അടിഭാഗത്ത് വെച്ച് മുറിച്ചു. പിന്നെ മുനി ഉള്ളിൽ തറഞ്ഞു നിൽക്കുന്ന ശൂലത്തോടുകൂടി ജീവിച്ചു. ആ ശൂലത്തിന്മേലുള്ള തപസ് കൊണ്ട് മഹർഷി മറ്റാർക്കും കഴിയാത്ത പുണ്യലോകങ്ങൾ സമ്പാദിച്ചു. ശൂലത്തിൻ്റെ മുന ദേഹത്തിലേന്തി സഞ്ചരിക്കുകയാൽ അണിമാണ്ഡവ്യൻ എന്ന പേര് അന്നു തൊട്ട് അദ്ദേഹത്തിനുണ്ടായി. ആ ഋഷി ദേഹത്യാഗാനന്തരം കാലപുരിയിൽ എത്തി. അവിടെ ധർമാസനത്തിൽ ഇരിക്കുന്ന യമധർമ്മനെ കണ്ട് മഹർഷി ശകാരിച്ചു. അണിമാണ്ഡവ്യൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ എന്തു പാപമാണ് ചെയ്തത്? ഇത്ര കടുത്ത ശിക്ഷ എനിക്ക് കിട്ടുവാൻ തക്ക കാരണമെന്താണ്? എന്ത് മഹാപാപമാണ് ഞാൻ ചെയ്തത്? ഭവാൻ ഉടനെ എന്നോട് പറയണം. എൻ്റെ തപോബലം ഞാൻ കാണിച്ചു തരാം. അത് കേട്ട് ധർമ്മരാജാവ് പറഞ്ഞു, നിസ്സാരമായ പക്ഷികളെ പിടിച്ച് അവരുടെ വാലിൽ ഈഷികപ്പുല്ലു നീ കോർത്തു. ഹേ തപോധന, അതിൻ്റെ ഫലമാണ് ഭവാൻ ലഭിച്ചത്. അല്പമായ ദാനത്തിൻ്റെ പുണ്യഫലം പെരുകുന്നതുപോലെ അല്പമായ അധർമ്മത്തിൻ്റെ ഫലവും പെരുകുന്നതാണ്. അണിമാണ്ഡവ്യൻ പറഞ്ഞു, ഏതു കാലത്താണ് ഞാൻ ഈ അധർമ്മം ചെയ്തത്? യഥാർത്ഥമായി പറയുക. അപ്പോൾ ധർമ്മരാജാവ് പറഞ്ഞു, ബാല്യകാലത്തു നീ ചെയ്തതാണ് ഈ പാപം.
അണിമാണ്ഡവ്യൻ പറഞ്ഞു, ജനനം മുതൽ 12 വയസ്സുവരെ ബാലന്മാർക്ക് ധർമ്മബോധം ഉണ്ടായിരിക്കുകയില്ല. ബാല്യത്തിൽ അറിവില്ലാതെ ചെയ്തതൊന്നും അധർമ്മമാവുകയില്ല. അല്പമായ കുറ്റത്തിന് വലിയ ശിക്ഷയാണ് നീ വിധിച്ചത്. അതുകൊണ്ട് ഹേ ധർമ്മ, നീ ശൂദ്രജോനിയിൽ മനുഷ്യനായിത്തീരും. ലോകത്തിൽ ധർമ്മഫലത്തിന് ഇന്നു മുതൽ ഒരു മര്യാദ ഞാൻ വയ്ക്കുന്നു. 14 വയസ്സുവരെ ബാലന്മാർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും പാപത്തിന് കാരണമാകുകയില്ല. അതിനുമേൽ ചെയ്യുന്നതേ ദോഷമായി തീരുകയുള്ളൂ. വൈശമ്പായനൻ പറഞ്ഞു, ഈ തെറ്റ് കാരണം ആ മുനീന്ദ്രൻ്റെ ശാപമേറ്റ് യമധർമ്മൻ വിദുരനായി ശൂദ്രജോനിയിൽ ജനിച്ചു. ധർമാർത്ഥ നീതി നിപുണനും ലോകക്രോധ വിസർജിതനും ശാന്തനും ദീർഘദർശിയും കുരുക്കളുടെ നന്മയിൽ തൽപരനുമായ വിദുരൻ അങ്ങനെ ജനിച്ചു. ഇത്രയും പറഞ്ഞതിന് ശേഷം വൈശമ്പായനൻ വീണ്ടും പാണ്ഡവ വംശത്തിൻ്റെ കൗരവ വംശത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിതുരർ എന്നീ കുമാരന്മാർ 3 പേരും ജനിച്ചതോടുകൂടി കുരുജാങ്കലവും കുരുക്കളും കുരുക്ഷേത്രവും ക്ഷേമാഭിവൃദ്ധി പ്രാപിച്ചു. ഭൂമിയിൽ സസ്യങ്ങൾ സമൃദ്ധമായി വളർന്നു. സസ്യങ്ങൾ ധാരാളം പൂത്ത് കായ്ച്ചു. മേഘങ്ങൾ കാലേ വർഷിച്ചു. മരങ്ങളിൽ ധാരാളം ഫലങ്ങളുണ്ടായി. ആന, കുതിര മുതലായ വാഹനങ്ങളും മറ്റും പക്ഷിമൃഗാദികളും സന്തോഷിച്ചു. പൂക്കളിൽ മണം കൂടുകയും ഫലങ്ങളിൽ രസം വർദ്ധിക്കുകയും ചെയ്തു. നഗരങ്ങളിൽ ജനത്തിരക്ക് വർദ്ധിച്ചു. കച്ചവടം വർദ്ധിച്ചു. ശില്പികളും കച്ചവടക്കാരും വളർന്നു. ജനങ്ങൾ ശൂരന്മാരായി വിദ്യാഭ്യാസം പരന്നു. ലോകർക്ക് സുഖവും വർദ്ധിച്ചു. കള്ളന്മാർ നാട്ടിൽ ഇല്ലാതായി. അധർമ്മികളുമില്ലാതായി. നാട്ടിൻപുറങ്ങളും അപ്രകാരം കൃതയുഗം പിറന്നു. ധർമ്മം ചെയ്യുന്ന യജ്ഞശീലന്മാരും സത്യവ്രതന്മാരും പ്രജകളിൽ ഇഷ്ടം വളർത്തി. തമ്മിൽ ഇഷ്ടം വർദ്ധിച്ചു. മാനക്രോധങ്ങൾ വെടിഞ്ഞ് ജനങ്ങൾ ഉദാരമതികളായി തമ്മിലും അഭിനന്ദിച്ചു. അങ്ങനെ ധർമ്മം വളർന്നു. അംബോനിധി പോലെ ആ പുരം സമ്പൂർണമായി ശോഭിച്ചു. മേഘം പോലെ നിൽക്കുന്ന കോട്ടവാതിലും കൊത്തളങ്ങളും ചേർന്ന പ്രാസാദങ്ങൾ നിരനിരയായി നിൽക്കുന്ന പുരം വാസവാലയം പോലെ ശോഭിച്ചു. ആറ്റിലും കാട്ടിലും പൊയ്കയിലും കുളങ്ങളിലും മേടിലുമൊക്കെ നാട്ടുകാർ സന്തോഷത്തോടെ കളിയാടി. ഉത്തര കുരുക്കളുമായി തെക്കൻ കുരുക്കൾ അഭിവൃദ്ധിയിൽ മത്സരിച്ചു. ദേവർഷി ചാരണന്മാരോടും അപ്രകാരം അവർ മത്സരിച്ചു. ദരിദ്രന്മാർ ആരുമില്ലാതായി. വിധവകൾ ഉണ്ടായില്ല. ഇങ്ങനെ കുരുക്കൾ വർദ്ധിച്ചു വരുന്ന കാലത്ത് സമാധാന സുഖങ്ങളും വർദ്ധിച്ചു. കുളം, കിണറ്, സഭാസ്ഥാനം, ഉദ്യാനം, ബ്രാഹ്മണാലയം ഇവ ആ നാട്ടിൽ ഒട്ടേറെ ഉണ്ടായി. നാട്ടിലെങ്ങും നിത്യവും ഉത്സവമായി. ഭീഷ്മൻ ഭരിക്കുമ്പോൾ ചൈതന്യ രൂപങ്ങൾ നിറഞ്ഞ് നാടുകൾ ശോഭിച്ചു. ഭീഷ്മൻ സംരക്ഷിക്കുന്ന നാട് ആകർഷകമായി. കുമാരന്മാർക്ക് വേണ്ട കർമ്മങ്ങളെല്ലാം ക്രമത്തിൽ ചെയ്തു വരുന്ന സമയത്ത് പൗരന്മാരും ജനപഥന്മാരുമൊക്കെ ഉത്സുകരായി. കുരുമുഖ്യന്മാരുടെ ഗൃഹത്തിൽ പൗരന്മാരുടെ വീടുകളിലും ഒക്കെ സന്തോഷം കളിയാടി. ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ ഇവരെ ജന്മം തൊട്ടേ ഭീഷ്മർ പുത്രന്മാരെ പോലെ ലാളിച്ചു. വേണ്ട സംസ്കാരത്തോടെ വ്രതാധ്യായങ്ങൾ ശീലിച്ച് അവരെ വേണ്ട എല്ലാ ആയുധവിദ്യകളും അവരെ പഠിപ്പിച്ചു. അങ്ങനെ അവർ വളർന്ന് യൗവനം പ്രാപിച്ചു. വില്ലെടുത്തുള്ള പ്രയോഗത്തിൽ പാണ്ഡു വിശേഷിച്ചും എല്ലാവരിലും പ്രമുഖനായി. ധൃതരാഷ്ട്രർ എല്ലാവരേക്കാളും ശക്തനായി. 3 ലോകത്തിലും വിതുരനോട് കിടനിൽക്കുന്ന ധർമ്മജ്ഞന്മാർ ഉണ്ടായിരുന്നില്ല. നഷ്ടമായ ശാന്തനുകൂലം ഇങ്ങനെ പുഷ്ടമായി തീർന്നു. വീരമാതാക്കളിൽ കാശി രാജപുത്രിമാരും രാജ്യത്തിൽ കുരുജാങ്കലവും ധർമ്മിഷ്ഠരിൽ ഭീഷ്മനും പുരത്തിൽ ഹസ്തിനാപുരവും കാവ്യഗാനങ്ങളിൽ ഇങ്ങനെ കീർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അന്ധനായത് കൊണ്ട് ധൃതരാഷ്ട്രർ രാജ്യം ഭരിച്ചില്ല. വിതുരർ ശൂദ്രസ്ത്രീയുടെ പുത്രനാകിയാൽ രാജ്യാധികാരം ഇല്ലാത്തവനായി. പിന്നെ പാണ്ഡുവാണ് രാജാവായത്. ഒരു ദിവസം ജ്ഞാനിയും നീതിമാനുമായ ഭീഷ്മർ ധർമ്മജ്ഞനായ വിതുരനോട് പറഞ്ഞു, ഹേ വിതുര, നമ്മുടെ വംശം ഗുണങ്ങൾ നിറഞ്ഞതും പ്രസിദ്ധിയുള്ളതുമാണ്. രാജരാജാക്കന്മാർക്കൊക്കെ
അധീരാജത്വമുള്ളവരാണ്. യോഗ്യന്മാരായ കുമാരന്മാർ മുമ്പ് ഭരിച്ചിരുന്ന ഈ കുലത്തിന് മുമ്പൊരിക്കലും ക്ഷയം തട്ടിയിട്ടില്ല. ഞാനും സത്യവതിയും വ്യാസമഹർഷിയും കൂടി ഇവിടെ വീണ്ടും നിങ്ങളിൽ കുലതന്തുക്കൾ ഉറപ്പിച്ചു. അത് സമുദ്രം പോലെ വളരുന്നതിനും ഞാനും നീയും അശ്രാന്തം ശ്രമിക്കേണ്ടതുണ്ട്. യാദവപുത്രിയായ കുന്തിഭോജൻ്റെ മകൾ ഈ കുലത്തിന് യോഗ്യയാണെന്ന് ഞാൻ കേൾക്കുന്നു. അപ്രകാരം തന്നെ സുബലയും മാതൃരാജകുമാരിയും ഇവരെ എല്ലാവരും കുലീനകളും അഴകുള്ളവളുമാരുമാണ്. ക്ഷത്രിയ ശ്രേഷ്ഠന്മാരാണ്. അവരുടെ കുലത്തിലേക്ക് ചാർച്ചയ്ക്ക് അവർ ചേരുന്നവരുമാണ്. അവരെ നമ്മുടെ വംശത്തിലേക്ക് വരിക്കുക എന്നത് നല്ല കാര്യമാണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്. സന്താന അഭിവൃദ്ധിക്ക് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്. എനിക്ക് തോന്നുന്നത് ഞാൻ നിന്നോട് പറഞ്ഞു. എടോ വിതുര, നിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ വിതുരൻ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛനും അമ്മയും ഗുരുവുമായ ഭവാനല്ലാതെ മറ്റ് ആരുമില്ല. അതുകൊണ്ട് ഈ കുലത്തിന് ഹിതമായതെന്തോ അത് ഭവാൻ ചിന്തിച്ച് ചെയ്തു കൊള്ളുക. അപ്പോൾ വൈശമ്പായനൻ പറഞ്ഞു, സുബലാത്മജയായ സുബലപുത്രിയായ ഗാന്ധാരി പരമശിവനെ സേവിച്ച് 100 പുത്രന്മാർ ഉണ്ടാകുവാൻ വരം വാങ്ങിയ വിവരം ഭീഷ്മൻ രഹസ്യമായി അറിഞ്ഞു. ഒരു ബ്രാഹ്മണനിൽ നിന്നാണ് ഈ വാർത്ത അദ്ദേഹം അറിഞ്ഞത്. ഉടനെ ഭീഷ്മൻ ഗാന്ധാര രാജാവിൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു. തൻ്റെ മകളുടെ ഭർത്താവാകാൻ പോകുന്നത് ഒരു അന്ധനാകുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ ചിന്താകുലനായി. കുലം ഖ്യാതി നടപടി ഈ നിലയിലൊക്കെ ചിന്തിച്ചപ്പോൾ ധൃതരാഷ്ട്രൻ തൻ്റെ മകൾക്ക് ചേർന്നവനാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. ധൃതരാഷ്ട്രന് കണ്ണില്ലെന്ന് ഗാന്ധാരി കേട്ടു. തന്നെ അമ്മമാർ ഒരു അന്ധനാണ് നൽകുന്നതെന്ന് കേട്ട ഉടനെ ഒരു പട്ടെടുത്തു മടക്കി അവൾ തൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇല്ലാതാകുമാറ് കണ്ണു കെട്ടി. പാതിവൃത്യം പരമധർമ്മമായി കരുതുന്ന ഗാന്ധാരി ഭർത്താവിനേക്കാൾ അധികമായി തനിക്ക് യാതൊരു മേന്മയും ഉണ്ടാകരുതെന്നും വിചാരിച്ചു. പിന്നെ ഗാന്ധാര രാജാവിൻ്റെ പുത്രൻ ശകുനി സംഭാവനകളോടുകൂടി സഹോദരിയെയും കൊണ്ട് ഹസ്തിനാപുരത്തിലെത്തി. അവളെ ധൃതരാഷ്ട്രന് മുറപ്രകാരം വിവാഹം കഴിച്ചു കൊടുത്തു. ആ സോദരിയെ അവിടെ നൽകിയിട്ട് ശകുനി ഭീഷ്മൻ്റെ സൽക്കാരമേറ്റ് തിരിച്ച് ഗാന്ധാരദേശത്തേക്ക് പോയി. ശീലം കൊണ്ടും ആചാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഗാന്ധാരി ഉത്തമയായി ശോഭിച്ചു. ഗുരുക്കൾക്കൊക്കെ അവൾ തൃപ്തിയും തുഷ്ടിയുമുണ്ടാക്കി. ഗുരുക്കളുടെ സ്വവൃത്തം കൊണ്ട് ആരാധിച്ചു. സുശീലയായ ആ പതിവ്രത അന്യൻ്റെ പേർ വാക്കുകൊണ്ടുപോലും സ്പർശിച്ചില്ല. അങ്ങനെ മൂത്തവനായ ധൃതരാഷ്ട്രൻ്റെ കല്യാണം കഴിഞ്ഞു.